സംവിധാനം ജോഷിയല്ല ചതിച്ചാശാനെ. അല്ല, എന്താ കാര്യം? വയലൻസുമായി എത്തി ബോക്സ് ഓഫീസിൽ തേരോട്ടം തീർത്ത ചിത്രമാണ് ഉണ്ണി മുകുന്ദൻ നായകനായി എത്തിയ മാർക്കോ. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സിനിമ തിയേറ്ററിൽ കണ്ടവർ പോലും മാർക്കോയുടെ OTT റിലീസിനായി കാത്തിരിക്കുകയായിരുന്നു. ഈ കാത്തിരിപ്പിന്റെ ഒരു പേരില്ലേ, അതൊരു സുഖ. കാരണം തിയേറ്ററിൽ പ്രദർശിപ്പിച്ച സിനിമയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്ത രംഗങ്ങൾ OTT സംപ്രേഷണം ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറേ സീൻസ് കട്ടായല്ലോ. ഒരു 8 മിനിറ്റോളം ഈ കുറച്ച് നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കുറച്ച് കട്ടായിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇതിന്റെ കുറച്ച് എക്സ്റ്റൻഡഡ് കട്ട് ഡെഫിനറ്റ്ലി OTT-ലാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയാം, സിനിമ 2 തവണ സെൻസർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് OTT-ലുണ്ടാവും. ഇനിയാണ് കളി, ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്. എന്നാൽ ആ രംഗങ്ങൾ കാണാമെന്ന് പ്രതീക്ഷിച്ച പ്രേക്ഷകർ ഇപ്പോൾ നിരാശരാണ്. എന്താ രാമേന്ദ്ര പ്രശ്നം? തിയേറ്ററിൽ പ്രദർശിപ്പിച്ച അതേ പതിപ്പ് തന്നെയാണ് അണിയറ പ്രവർത്തകർ OTT-ലും സംപ്രേഷണം ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്, അങ്ങനെ പവനായി ശവമായി. ഇക്കാര്യത്തിൽ അണിയറ പ്രവർത്തകർ വിശദീകരണം നൽകിക്കൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. ശത്രുക്കളോട് പോലും ഈ ക്രൂരത കാണിക്കരുത്. ഇടം നിനക്കറിയാൻ സിനിമയാണ്. ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് തങ്ങൾക്ക് അൺകട്ട് പതിപ്പ് പുറത്തിറക്കാൻ സാധിക്കാതിരുന്നതെന്നാണ് മാർക്കോയുടെ അണിയറ പ്രവർത്തകർ വിശദമാക്കുന്നത്. ഞങ്ങൾ നേരിൽ കണ്ടൊരു മാപ്പ് പറയാൻ വന്നതാണ്. അതാണല്ലോ എന്റെ മര്യാദ. ഫോർഗെറ്റ് ദ പാസ്റ്റ്, ലിവ് ഇൻ ദ പ്രസന്റ് എന്നാണല്ലോ ചൊല്ല്. OTT പ്ലാറ്റ്ഫോമിൽ മാർക്കോ റിലീസിനെത്തുമ്പോൾ ചിത്രത്തിന്റെ കട്ട് ചെയ്യാത്ത പതിപ്പ് പുറത്തിറക്കാനാണ് തങ്ങൾ തീരുമാനിച്ചിരുന്നത്. പക്ഷെ ചെറുക്കൻ നമ്മളെ രണ്ടു കൂട്ടരെയും ചതിച്ചു കളഞ്ഞില്ലേ. ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന് ലഭിച്ചിട്ടുള്ള നിരവധി പരാതികളുടെ പശ്ചാത്തലത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സിനിമാ നിർമ്മാണ കമ്പനി എന്ന നിലയിൽ അധികാരപ്പെട്ടവരിൽ നിന്നുള്ള നിയന്ത്രണങ്ങളും പരാതികളും അവരുടെ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും ഞങ്ങൾക്ക് അനുസരിക്കേണ്ടതായുണ്ടെന്നും അണിയറ പ്രവർത്തകർ വിശദമാക്കുന്നു. ഇത്രയും വലിയൊരു ശിക്ഷ വേണോ? ഞാൻ കാല് പിടിക്കും സാർ. സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കൂടി എനിക്കതിന് കഴിയില്ല. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. എന്നോടിത് വേണ്ടായിരുന്നു. ഷൺമുഖന്റെ കന്നിക്കാഴ്ചയൊന്നുമല്ല, പക്ഷേ എവിടെയോ ഉള്ളിലൊരു നീറ്റല്, നെഞ്ചിലൊരു കലക്കം. സോണി ലിവിലൂടെ മാർക്കോയെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിൽ തങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടെന്നും അണിയറ പ്രവർത്തകർ പറഞ്ഞു. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഫ്ലാഷ് ബാക്ക് റിയാസ് ഖാന്റെ സീൻസ് എന്ന് പറയുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് സീൻസ് ആണ്. അപ്പൊ അത് ഉണ്ണിയുടെ വേറൊരു ഗെറ്റപ്പാണ് ആ സിനിമയില്. OTT-യിൽ കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. OTT കാണാൻ റിയാസ് ഖാന്റെ പോർഷനാണ് OTT-യിൽ കാണാമെന്ന് പറഞ്ഞത്. ഈ നാടകം തീർന്നാൽ ആമി എനിക്കൊരു കാര്യം പറഞ്ഞു തരണം. എന്തായിരുന്നു എന്റെ വേഷത്തിന്റെ പേര്? കോമാളി, വിദൂഷകൻ, അല്ലെങ്കിൽ വെറും തമ്മി? ഇനി നിന്ന വേലായുധം കരയുന്നത് എല്ലാവരും കാണും. അത് മോശ. എല്ലാം നല്ലതിനാണെന്ന് കരുതി സമാധാനിക്കുക. പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കിവിടെ പരമസുഖമാണെന്ന് പറയണം. പരമസുഖം.